ഞാൻ 2 ദിവസങ്ങൾക്ക് മുമ്പേ ഒരു ചെറിയൊരു റീല് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ റീല് 2 സോങ്ങും ഇപ്പം റിലീസായിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം റീച്ചും കയറിപ്പോകുന്നുണ്ട്. അപ്പം ഞാനെപ്പോഴും ചിന്തിക്കുന്നൊരു കാര്യമെന്ന് വെച്ചാൽ, പലർക്കും അതൊരു നിസ്സാര കാര്യമാണ്. ഒരു 30 സെക്കൻഡല്ലേ റീലുള്ളൂ, ഇതിനെന്താ ഇപ്പം കഷ്ടപ്പാട് എന്ന് ചോദിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ഞങ്ങൾ തന്നെ ഷൂട്ട് 8 മണിക്ക് തുടങ്ങിയിട്ട് 11 മണി വരെ ഈ ഷൂട്ട് കണ്ടിന്യൂ ചെയ്തു പോയിട്ടുണ്ട്. വെറും ഒരു 30 സെക്കൻഡ് 60 സെക്കൻഡിന് വേണ്ടിയിട്ട് 8 മണി തൊട്ടിട്ട് 11 മണി വരെ ഞങ്ങൾ ആ വീഡിയോസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ പുറത്ത് നിന്ന് കാണുന്ന ആൾക്ക് വെറും ഒരു 30 സെക്കൻഡിൻ്റെ റീൽ ഇതിന് മാത്രം ഇപ്പം എന്തോ ഉണ്ടോ എന്ന് ചോദിക്കുന്ന ആൾക്കാരെടുത്തും നിങ്ങളറിയാത്തൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. നമ്മളെ ഒരു റീലെടുത്ത് നമ്മളെ സുന്ദരിയാക്കി നമ്മളെ നല്ല രീതിയിൽ മറ്റുള്ളവരുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് അതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചതും കഷ്ടപ്പെട്ടതുമായിട്ടുള്ള ഒരാളെ നമ്മളാരും കാണാതെ പോകാറുണ്ട്. മറ്റാരുമല്ല ക്യാമറാമാൻ അത്രമേൽ ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഞാനാണെങ്കിലും മറ്റൊരാളാണെങ്കിലും അത്രമേൽ സുന്ദരിയായിട്ടും അത്രമേൽ പെർഫെക്ഷനോടുകൂടിയും നിങ്ങളുടെയൊക്കെ മുമ്പിലേക്ക് എത്തുന്നത്. ക്യാമറാമാന് വല്ല പണിയുണ്ടോ? ക്യാമറയും പിടിച്ചുകൊണ്ട് നിന്നാൽ പോരെ എന്ന് ചോദിക്കുന്ന ആൾക്കാരോട് ഈ 30 സെക്കൻഡ് എഡിറ്റ് ചെയ്യാൻ ചിലപ്പോൾ അവൻ 2 മണിക്കൂർ ഇരിക്കേണ്ടി വരും. ഇതൊന്നും ഒരാളും നോക്കുന്നില്ല. ഇതൊക്കെ പറയാൻ കാരണം എന്താ വെച്ചാൽ, ഈ ഒരു വീഡിയോസിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അതെല്ലാം കൂട്ടിയിട്ട് ഞാനിപ്പോൾ ഒരു വീഡിയോ ഇടുകയാണ്. അപ്പോൾ അതിൽ കൂടെ കഷ്ടപ്പെട്ട ആൾക്കാർ ഇതും കൂടി നമ്മൾ പറയണമല്ലോ എന്നുള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞതാണ്. എത്ര പേർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റുമെന്നുള്ളതും എനിക്കറിയില്ല. പിന്നുള്ളത് ദാസേട്ടനെ എന്നെ സംബന്ധിച്ച് വലിയ കഷ്ടപ്പാടില്ലായിരുന്നു എന്ന് തന്നെ പറയാം. കാരണം ഞങ്ങൾക്ക് പാടി അങ്ങ് നടന്നാൽ മതി. പക്ഷേ ഇത് പല ആംഗിളിൽ നിന്ന് എടുത്ത് അത് പിന്നെ എഡിറ്റ് ചെയ്ത് നല്ലൊരു സോങ്ങാക്കി മാറ്റി അതിനെ നല്ല രീതിയിൽ നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരാൻ അത്രമേൽ കഷ്ടപ്പെട്ടത് ക്യാമറാമാനാണ്. അപ്പോൾ ആ കഷ്ടപ്പാടിനെ എനിക്ക് കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. ഏതായാലും ഞാനും ദാസേട്ടനും പൊളിച്ചെടുക്കൂ എന്നുള്ള രീതിയിൽ ഞങ്ങൾ അടിച്ചു പൊളിച്ചു. ഞങ്ങൾ എന്താ പറയുക, എൻജോയ് ചെയ്തൊരു വർക്കായിരുന്നു കേട്ടോ. ഫസ്റ്റ് ടൈമായിരുന്നു ഞാൻ ദാസേട്ടൻ്റെ കൂടെ ഒരു റീല് ചെയ്യുന്നത്. ഏതായാലും അത്യാവശ്യം കയറിപ്പോരുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ റീലിൻ്റെ കുറേ ഭാഗങ്ങൾ കട്ട് ചെയ്തിട്ട് ഞാനിതിലേക്ക് പോസ്റ്റ് ചെയ്യാം. അതൊക്കെ ഒന്ന് കണ്ടു നോക്കൂ. ലാസ്റ്റ് എൻഡിൽ അതിൻ്റെ റിയൽ വീഡിയോസും ഉണ്ട്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എത്രമേൽ കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങൾ 3 ആളും കൂടി ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തത് എന്നുള്ളത്. അപ്പോൾ ആ കഷ്ടപ്പാടിനെ കാണാൻ ശ്രമിക്കില്ല എന്ന് എനിക്കറിയാം. പക്ഷേ പെട്ടെന്ന് കുറ്റം പറഞ്ഞോളൂ. ആ കുറ്റങ്ങളാണ് നമ്മൾ പറയുന്നൊരു കാര്യമുണ്ടല്ലോ, ഇൻസൾട്ടാണ് മുരളി ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ്. വേഗം ഇൻസൾട്ട് ചെയ്യാൻ നോക്കിക്കോളൂ കേട്ടോ. ടാറ്റാ. ഇല്ല അതില്ലേ ഒന്നുകൂടി ജസ്റ്റ് ബാക്കോട്ട് ആക്കുമോ? റെഡി. മക്കളോട് ഓടി പോയിട്ടേ കൊടെടുത്ത് വരും നമ്മുടെ വണ്ടി. നടന്നോ ജസ്നോ, നല്ലോണം നല്ല ഡാൻസ് ആയിട്ട് കളിച്ചു. റോളിങ് ദാസേട്ടൻ നടന്നോ? ഇതില്ലേ അത് അടുത്ത ഓക്കെ റെഡി.
ആൾക്കാർ ഇഷ്ടപ്പെടുക. നല്ല സ്ഥലം. ഇത് ഞാനൊരു ഈ സൈഡിൽ നിന്ന് എടുക്കും കേട്ടോ. എടുക്കാം. ലിപ്പിട്ടോ. കുറെ ബാക്കോട്ട് പോയി. ഓക്കെ, നിങ്ങൾ അധികം ബാക്കോട്ട് പോകില്ല. തിരിഞ്ഞോ? അയ്യോ സോറി. രണ്ടാമത്തെ പൂവാലിക്ക് എന്ത് അക്ഷരമാണ്? അല്ല കൊടുക്കണ്ട, മതിയോ? ആ, ഇത് ഇത്തിരി ക്ലോസാണ്. റോളിംഗ് ആണ്. ഓക്കെ, ഇനി ഇവരെ ക്ലോസ് മതി. നോക്കിട്ട് ചന്ദനവും തൂകി വരുന്നൊരു ചന്ദ്രനാകണ്ടേ മലയാളത്തിൻ കനിയേ. ലെഫ്റ്റ് കൈ പിടിക്കാം. ഈ കൈ വരും ഇങ്ങോട്ടല്ല കൈ കേറ്. അപ്പൊ ഇടത്ത് കൈയില്ലേ ഇങ്ങോട്ട് നോക്ക്. ഇപ്പൊ കറക്റ്റായില്ലേ? ഇപ്പൊ കറക്റ്റായില്ലേ? ആയില്ലേ? ആ അതോട്ടോ. റെഡി? സാറേ ഫസ്റ്റ് മേലോട്ടാക്കിട്ടല്ല, നിങ്ങൾ മേലോട്ടാക്കി താട്ടാക്കിയാണ്. വേറെ റെഡി 1 2 3. ക്യാമറ ഓക്കെ പറഞ്ഞാക്കി. റോളിംഗ് അല്ല? ആ ഓക്കെ. റെഡി 1 2 3. ഓക്കെ, എനിക്ക് ഇത്ര ഇങ്ങോട്ട് വരണ്ട. നീ അക്കോട്ട് കൊണ്ടു പോകില്ലേ? ആ അല്ല, ഞാൻ മൂവ് ചെയ്യാൻ. അല്ലേ? ആ റെഡി 1 2 3. സ്റ്റോപ്പ്. അയ്യോ, ഔട്ടായി പോണേ. ഒന്നുകൂടി ചെയ്യാം.
കറക്കിക്കോ. അല്ല കുറച്ചുകൂടി അങ്ങോട്ട് അല്ല അതോടെ ഇങ്ങോട്ട് റെഡി 1 2 3 കറങ്ങി ഒന്നുകൂടി കറങ്ങിയിട്ട് അവിടെ നിൽക്കുമല്ല ആ ഒന്നുകൂടി സെറ്റാക്കി റെഡിയാണ്. ഞാൻ പറഞ്ഞല്ലോ പറഞ്ഞല്ല പൊളിയാ. ഇനി ഒന്ന് കറങ്ങുന്ന മാത്രം ഒന്ന് ഷോട്ട് കൊടുക്കണം വെറുതെ. അതിലെ കണ്ണ് വെച്ചാലേ കാണുന്നു. ആണെന്നോ ഒന്നുകൂടി ആടെ നാസാരം നോക്ക അതിന് മെല്ലെ ചാരിയാ. ആ അത് മതി അത് മതി ആ ചാറിൽ എങ്ങനെയാന്ന് പറഞ്ഞല്ലോ. ചിത്ര പാടണേ ചിത്ര പാടണേ പാട്ട് പാടണോ ചിത്ര തന്നെ. തല നോക്കിക്ക് തല നോക്കിക്ക് മേലോട്ടോക്കി മേലോട്ടോക്കി മേലോട്ട് ആ മാറണ്ട ഇല്ലേ കൈ കുറച്ച് താത്തി